വിദ്വേഷ പ്രചാരണം തടയാനുള്ള ബില്ലിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനാണ് നീക്കം. വർഗീയ സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ പ്രത്യേക കർമ്മസേന രൂപീകരിച്ചതിന് പിന്നാലെയാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെതിരെ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത്. അച്ചടി, ഇലക്ട്രോണിക് മാർഗത്തിലുൾപ്പെടെ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ 1 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയും 50,000 രൂപ വരെ പിഴയുമാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. കുറ്റം ആവർത്തിച്ചാൽ 2 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. 1 ലക്ഷം രൂപ വരെ പിഴയും വിദ്വേഷ പരാമർശത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരവും നൽകേണ്ടിവരും. മതം, ലിംഗം, ഭാഷ, ശാരീരിക വെല്ലുവിളി, ലൈംഗികാഭിമുഖ്യം തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കുന്ന വിധത്തിലും വിവിധ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്ന വിധത്തിലും പ്രസംഗിക്കുക, പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുക തുടങ്ങിയ നടപടികൾ വിദ്വേഷ പ്രചാരണത്തിൽ ഉൾപ്പെടും. ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. അക്കാദമിക് പിൻബലമുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുമുള്ള പ്രസിദ്ധീകരണങ്ങൾ, ലഘുലേഖകൾ, പാഠപുസ്തകങ്ങൾ, ചിത്രങ്ങൾ തുടങ്ങിയവ കുറ്റമാകില്ല. ഇത് പൊതുനന്മയ്ക്കാണെന്ന് തെളിയിക്കാൻ സാധിക്കണമെന്ന് ബില്ലിൽ പറയുന്നു. സംസ്ഥാനത്ത് വിദ്വേഷ പ്രചാരണവും സാമുദായിക സംഘർഷവും പതിവായതോടെയാണ് നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇതേക്കുറിച്ച് പഠിച്ചിരുന്നു. സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ബിൽ തയ്യാറാക്കിയത്.